എപ്പിസോഡിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത്? നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഹോൾ ഡേ നമ്മൾ ഫുൾ നല്ല ആക്റ്റീവ് ആയിരിക്കും, നല്ല എനർജറ്റിക് ആയിരിക്കും. I love idli and dosha. Idiyappam and egg roast is my favorite. Welcome to a new episode. Today's episode is all about your breakfast. ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് നമ്മുടെ 100th എപ്പിസോഡാണ്. സോ എല്ലാ ഫ്രണ്ട്സിനും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് സ്നേഹം. നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിക്കേണ്ട നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ടോപ്പിക്സ് നമ്മൾ കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഫുഡാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഗുണങ്ങളെക്കുറിച്ചിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ദോഷഫലങ്ങളെക്കുറിച്ചിട്ടുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഒരു ഇൻട്രാക്റ്റീവ് സെഷനാണ്. ഇപ്പം ഇവിടെ എൻ്റെ ഹസ്ബൻഡ് സാജനുണ്ട്, എൻ്റെ കിഡ്സ് അബിനും റയാനും ഉണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറയാനുള്ളതെന്ന് കേൾക്കാം. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ, ഒരു ദിവസം കഴിക്കുന്ന ഫുഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫുഡ് ഏത് നേരത്തെ ഫുഡാണെന്നാണ് താങ്കളുടെ ഒരു അഭിപ്രായം? ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ആണോ, അതോ ലഞ്ചാണോ, അതോ ഡിന്നർ ആണോ? താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ ഏതാണ് ഏറ്റവും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കഴിക്കേണ്ട ഒരു ഫുഡ്? ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ്. അപ്പൊ താങ്കൾ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് കഴിക്കേണ്ട ഒരു ഫുഡ് എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഹോൾ ഡേ നമ്മൾ ഫുൾ നല്ല ആക്റ്റീവ് ആയിരിക്കും, നല്ല എനർജറ്റിക് ആയിരിക്കും. അതെ, ഓക്കെ. ആക്റ്റീവായിട്ട് നമുക്കിപ്പോ വർക്ക് ചെയ്യാനൊക്കെ നമ്മൾ നല്ല ആക്റ്റീവ് ആയിരിക്കും, നമുക്കൊരു ക്ഷീണം തോന്നത്തില്ല, അല്ലേ? ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് ടൈപ്പ്, എന്ത് കൈൻഡ് ഓഫ് കോമ്പിനേഷൻ ഫുഡ്സ് കഴിച്ചാലാണ് കൂടുതൽ എനർജറ്റിക് ആയിട്ട് എനർജി ഫീൽ ചെയ്യാറുള്ളത്? അത് നമ്മുടെ ഇപ്പോ രാവിലെ ഇഡ്ഡലി, സാമ്പാർ, അങ്ങനെ ഒരു കോമ്പിനേഷൻ ഫുഡ്, പുട്ട്, കടല, ഓക്കെ, അങ്ങനെയുള്ളത് കോമ്പിനേഷൻ ഫുഡ് കഴിച്ചാൽ നല്ല എനർജി ആയിരിക്കും, അല്ലേ? പിന്നെ മുട്ട, അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, അങ്ങനെ ഒരു കോമ്പിനേഷൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹോൾ ഡേ നല്ല എനർജറ്റിക് ആയിരിക്കും. കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ കോമ്പിനേഷൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല എനർജറ്റിക് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ മുട്ട, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ മറ്റെന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും അതിന്റെ കൂടെ നമുക്ക് കഴിക്കാമോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമിൽ? നട്ട്സ് നല്ലതാണ്. നട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്, അല്ലേ? അപ്പൊ എത്ര എണ്ണം വെച്ചിട്ടൊക്കെ കഴിക്കുന്നതാണ് താങ്കളുടെ ഒരു അഭിപ്രായത്തില്? എത്ര എണ്ണം ഒരു അഡൽട്ട് എത്ര നട്ട്സ് വരെ രാവിലെ കഴിക്കാം? ഒരു 5-6 നട്ട്സ് വരെ കഴിക്കാം. ഓക്കെ, അത് ഹെൽത്തിയാണ്. അതായത് നമുക്ക് നട്ട്സ് പല വെറൈറ്റീസ് മാറി മാറി കഴിക്കാം, അല്ലേ? ഡിഫറെന്റ് വെറൈറ്റീസ്, ഒരെണ്ണത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ. അപ്പൊ എന്ത് ടൈപ്പ് നട്ട്സ് ഒക്കെയാണ് താങ്കൾ കഴിക്കാറുള്ളത്? ഞാൻ കാഷ്യൂ നട്ട് കഴിക്കാറുണ്ട്, ബദാം, വാൾനട്ട്, ഓക്കെ, എല്ലാം നല്ലതാ. I love idli and dosha. I love my breakfast. So Abin, which food is your favorite for breakfast? Idiyappam and egg roast is my favorite. So Abin, how do you feel if you have a full breakfast in the morning? I feel active the whole day. Oh, nice. ഇപ്പം നമ്മൾ ഏറ്റവും ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഏത് സമയത്താണ് കഴിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ആൻസറേ ഉള്ളൂ, അത് മോർണിംഗിലാണ്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് വളരെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒന്നായിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ രാത്രി ഉറക്കം എണീറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറേ സമയം ഫാസ്റ്റിംഗ് ആയിരിക്കുമല്ലോ, ഉറങ്ങുന്ന ടൈമിലൊന്നും നമ്മളൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഈ ഒരു ഫാസ്റ്റിംഗ് ടൈം കഴിഞ്ഞിട്ട് ആ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെയാണ് അതിൻ്റെ നെയിം, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തുകൊണ്ട് കഴിക്കുന്ന ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ്.
അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഗ്ലൂക്കോസും എനർജിയും എല്ലാം തരുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ്. നോർമലി പല ഫ്രണ്ട്സും എന്നോട് പറയാറുള്ളൊരു കാര്യം, രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും, അല്ലാന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് വാം വാട്ടർ കുടിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വെള്ളം കുടിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നാണ് കൃത്യസമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നുള്ളത്. രാവിലെ എണീറ്റ ഉടനെ നമ്മൾ വാം വാട്ടർ കുടിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റാണ്. അപ്പോൾ ഈ ഒരു വാം വാട്ടർ കുടിച്ചതിന് ശേഷം ഒരു 1 hour അല്ലെങ്കിൽ 1.5 hourന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈൽ അനുസരിച്ച്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഡിഫറെൻ്റ് ആയിരിക്കും, ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ജോലിയുടെ സമയം അനുസരിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് അതിൽ വേരിയേഷൻസ് വരാം. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വാം വാട്ടർ കുടിച്ചതിന് ശേഷം 1 hour അല്ലെങ്കിൽ 1.5 hourനുള്ളിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും നിങ്ങൾ വൈകി കഴിക്കാൻ പാടില്ല. നമ്മുടെ ഈ ബിസി ലൈഫിനിടയിൽ പലപ്പോഴും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്ന ഒരു ടെൻഡൻസി കണ്ടുവരാറുണ്ട്. വളരെ കോമൺ ആയിട്ട് കണ്ടുവരാനുള്ള ഒരു ടെൻഡൻസിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുക എന്നുള്ളത്. അത് സമയം കിട്ടുന്നില്ല എന്നാണ് പല ഫ്രണ്ട്സും പരാതിയായിട്ട് പറയാനുള്ളത്. ആ ഒരു ടൈം കിട്ടുന്നില്ല എന്നുള്ളതല്ല, ശരിക്കും നമ്മൾ സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ട്രൂത്ത്. നമ്മൾ ഒരു 1/2 hour അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 15 minutes നേരത്തെ ഉറക്കം എണീച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം സമാധാനമായിട്ടിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയം ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നോർമലി കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ കോമ്പിനേഷൻ ഫുഡ്സ് ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. അതിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നത്, ഇപ്പോൾ ഇന്ത്യൻ ഫുഡ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലി സാമ്പാർ നല്ലൊരു കോമ്പിനേഷൻ ഫുഡാണ്. അല്ലാന്നുണ്ടെങ്കിൽ ദോശ സാമ്പാർ നല്ല കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ ദോശ കടല നല്ലൊരു കോമ്പിനേഷൻ ഫുഡാണ്. അതുപോലെ തന്നെ നമുക്ക് ഇടിയപ്പം കടലക്കറി കഴിക്കാം, ഇടിയപ്പം വെജിറ്റബിൾ കുറുമ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പുട്ട് കടല കഴിക്കാം. ഇതെല്ലാം തന്നെ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കോമ്പിനേഷൻസ് ആണ്. ഈവൻ വെയിറ്റ് ലോസ് ടിപ്സ് ഫോളോ ചെയ്യുന്ന ഫ്രണ്ട്സിന് പോലും ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. വളരെ പ്രധാനമായിട്ട് കഴിക്കേണ്ട ഒരു നേരത്തെ ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് ഒരിക്കലും നിങ്ങൾ ഫാസ്റ്റിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഉള്ള ടിപ്സ് ഒന്നും ഫോളോ ചെയ്യാൻ പാടില്ല. മറ്റുള്ള നേരത്തെ ഫുഡ്, അതായത് ലഞ്ചോ സപ്പറോ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വളരെ എമൗണ്ട് കുറച്ച് കഴിക്കാം. ബട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ഫുഡാണ്. അതുപോലെ തന്നെയാണ് അതിൻ്റെ ക്വാണ്ടിറ്റി, സഫിഷ്യൻറ്റ് ന്യൂട്രിയൻസ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലൂടെ കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻ ഫാറ്റ് കോമ്പിനേഷൻ ഫുഡ് കഴിക്കാം. അതുപോലെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു 4-5 എമൗണ്ട് ഓഫ് നട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് നട്ട്സ് നമുക്ക് കഴിക്കാം. ആൽമണ്ട്സ്, വാൾനട്ട്സ്, അതുപോലെ കാഷ്യൂ നട്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ്, ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് നട്ട്സ് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ വാൾനട്ടാണ് കഴിക്കുന്നതെങ്കിൽ നാളെ നിങ്ങൾക്ക് കാഷ്യൂ നട്ട് കഴിക്കാം, നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ആൽമണ്ട്സ് കഴിക്കാം. അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് നട്ട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ കുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് 1 ഗ്ലാസ് പാല് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് നട്ട്സ് ആവശ്യത്തിന് കൊടുക്കുന്നത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകാനുള്ളൊരു ടെൻഡൻസി കുട്ടികളിൽ കാണാറുണ്ട്. അത് പല റീസൺസ് കൊണ്ടിട്ടാണ്. കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകാനുള്ളൊരു തിരക്ക് കാരണം വയറ് നിറച്ച് ബ്രേക്ക്ഫാസ്റ്റ് പലപ്പോഴും കഴിക്കാറില്ല. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് എനിക്ക് പാരൻസിന് തരാനുള്ളൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കുട്ടികളുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവർക്ക് എന്തൊക്കെയാണ് കഴിക്കാൻ ഇഷ്ടമുള്ളത് അത് മാക്സിമം ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി കൊടുക്കുക. ബ്രേക്ക്ഫാസ്റ്റായിട്ട് അവർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇന്ന് ഇഡ്ഡലി ആണെങ്കിൽ നാളെ ദോശ ഉണ്ടാക്കി കൊടുക്കാം, നെക്സ്റ്റ് ഡേ ഇടിയപ്പം ഉണ്ടാക്കാം, നെക്സ്റ്റ് ഡേ പുട്ടുണ്ടാക്കാം. അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫുഡ് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വയറ് നിറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഹോൾ ഡേ നമുക്ക് എനർജറ്റിക് ആയിട്ട് വളരെ ആക്റ്റീവായിട്ട് ജോലി ചെയ്യാനായിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ ഒരു ദിവസം നമ്മൾ 2 മുതൽ 2.5 ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് രാവിലെ കഴിക്കുന്നത് നല്ലതായിരിക്കും.
രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം കഴിച്ചില്ലെങ്കിലും ഒരു 10 o'clock ഒക്കെ ആകുമ്പോൾ ഒരു ബ്രേക്ക് ടൈമിൽ ഒരു സ്നാക്കായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വയറ് നിറച്ച് കഴിക്കാതെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഇഫക്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോൾ ഡേ ഭയങ്കര ലെഥാർജിക് ആയിരിക്കും, നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, നമുക്കൊന്നും ആക്റ്റീവായിട്ട് ചെയ്യാനുള്ള ഒരു ഊർജ്ജം നമ്മളെ ബോഡിക്ക് ഉണ്ടാവത്തില്ല. അത് കാരണം നമ്മൾ ഭയങ്കര ഹോൾ ഡേ ഭയങ്കര നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആക്റ്റീവായിട്ട് ജോലി ചെയ്യാനോ പഠിക്കാനോ ഒന്നും പറ്റത്തില്ല. ഒരു കാര്യത്തിലും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അറിയുന്നതിന് മുന്നേ ഞാനും ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ട് കഴിക്കുന്ന ഒരാളായിരുന്നില്ല. അതിനുശേഷമാണ് ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് കൂടുതൽ അറിഞ്ഞതും അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തതും പിന്നീട് അത് ഫോളോ ചെയ്യാൻ തുടങ്ങിയതും. എൻ്റെ വീട്ടിൽ ഞാനത് ഫോളോ ചെയ്തതിന് ശേഷം വളരെ അമേസിങ് ആയിട്ടുള്ള റിസൾട്ട്സാണ് എനിക്കും എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും എൻ്റെ ഹോൾ ഫാമിലിയുടെ ലൈഫിലാണെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കഴിക്കേണ്ട ഒരു ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റ്. സോ ഫ്രണ്ട്സ്, നിങ്ങൾ ആരും അത് ഒഴിവാക്കാൻ പാടില്ല. മാക്സിമം എമൗണ്ട് ഓഫ് ഫുഡ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാവുന്നതാണ്. മാക്സിമം ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക. ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം നമുക്കൊരു 4 or 5 നട്ട്സ് കഴിക്കാം. അതിനോടൊപ്പം തന്നെ ഒരു ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം 2 മുതൽ 2.5 ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നതെന്ന് ഉറപ്പുവരുത്താം. നമ്മൾ നോർമലായിട്ട് ഒരു ദിവസം 2 മുതൽ 2.5 ലിറ്റർ വരെ വെള്ളം കുടിക്കണമെന്നുള്ളതാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്യാൻ മാക്സിമം നമുക്ക് ശ്രമിക്കാം. അതുപോലെ തന്നെ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻസ് ഉള്ള ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ച് മാത്രം വെള്ളം കുടിച്ചാൽ മതിയാവും. ഇന്നത്തെ വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെലൈക്കൺ കാണും. ആ ബെലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ചാനൽ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് എപ്പിസോഡിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വീഡിയോസും ടോക്സുമായിട്ടും ഞാനെത്തും. ടിൽ ദെൻ, all of you take care and stay tuned.